ക്രിസ്തുവില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ദൈവത്തിന് റിസ്ക് ഇല്ല അക്കാര്യത്തിൽ. എവിടെയെങ്കിലും പോയി തൊലയണമെന്ന് പറയും, നോ പ്രോബ്ലം. ക്രിസ്തുവിനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനാലിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവളാണ് ഞാനെന്ന രീതിയിൽ ക്രിസ്തുവിനോടൊരു വിശ്വാസവും ഒരു സ്നേഹവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ വാക്കിന് അനപേക്ഷിതമായിട്ട് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അതിനെ ഉദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലുമായിട്ട് ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ ഉള്ളൊരു മാനസിക അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ള ആൾക്കാരാണ്. ക്രിസ്തുവുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം ആരെങ്കിലും നിശ്ചയിക്കും. അങ്ങനെയാണ് ഈ കൂട്ടുകാരൻ ജെയ്സൻ്റെ വീട്ടിൽ വരണത്. ഇപ്പോൾ ജെയ്സൺ പറയും, ശരി നിങ്ങളെ പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി, എന്നാൽ ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജെയ്സൺ വൈഫിനെയും കൂട്ടി വരും. വൈഫിനോട് പറയും നമുക്ക് കൃപാസനത്തിൽ പോകാം. എന്താ? അപ്പോൾ വൈഫ് ചോദിക്കും, എന്തിനാ എന്തിനാ? അല്ല ഉടമ്പടി എടുക്കാൻ. അല്ല അത് ഞാൻ എടുത്തോളാം, നീ എടുക്കണ്ട നീ. അപ്പോൾ വൈഫ് ചോദിക്കും, നിങ്ങളെടുക്കുക? അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന്. നിങ്ങളെടുക്കുക. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തീരുമാനം എടുക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ട് എന്താ ചെയ്യണമെന്നറിയാവോ? എടുത്തിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജെയ്സൺ പറയും, എൻ്റെ ലൈഫ് രണ്ടായി മാറുകയാണ്. എന്താണ്? ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷവും. ഞാൻ ആദ്യം ചെയ്തത് ഞായറാഴ്ച എൻ്റെ കട പൂട്ടിയെന്ന് പറഞ്ഞു. അതാണ് തീരുമാനം. അതായത് നല്ല ടൂറിസ്റ്റ് സ്പോട്ടിൽ ആവശ്യത്തിന് കാശ് കിട്ടുന്ന കടയാണ്. ഞായറാഴ്ച ഞാൻ എൻ്റെ കട അടച്ചു. അതിൽ നിന്ന് കിട്ടുന്ന പൊന്നാണെങ്കിലും വേണ്ടെന്ന് വെച്ചു. അപ്പോൾ തന്നെ തീരുമാനം കറക്റ്റായില്ലേ? അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഉദ്ദേശം. എനിക്ക് ഞായറാഴ്ച നിൻ്റെ കുർബാനയും അതുപോലെ തന്നെ നിൻ്റെ ശുശ്രൂഷകളും മുടങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട. എനിക്ക് കിട്ടുന്ന സമ്പത്തിനേക്കാൾ വലുതാണ് നീ എന്നുള്ള രീതിയിൽ ദൈവത്തിനൊരു വിശ്വാസത്തിലെടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ ലിവിങ് ബ്രെഡിൽ പറഞ്ഞായിരുന്നു, ഡെയിലി ബ്രെഡിൽ എന്താണ് ദൈവവിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ്? ഒന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുന്നതാണ് റിസ്ക്. മനസ്സിലായില്ലേ? ദൈവവിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്താ കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, മനുഷ്യന്മാരുടെ വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ്. യോഹന്നാൻ 2:24 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരിൽ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. ഇതാണ് കുഴപ്പം. ഈ കുഴപ്പം കിടക്കുന്ന കാലം നമ്മൾ തലകുത്തി മറിഞ്ഞാലും ദൈവം ഏക്കത്തില്ല. നമ്മൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും ഇനി ഉമ്പ് കളിച്ച് ദൈവത്തിനടുത്ത് ചെന്നാലും ഉരുളി നേർച്ച നടന്നാലും പറയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണില്ലെന്ന് പറയും. ഇതിൻ്റെ ദൈവവിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയണത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ജെയ്സൺ ഈ റിസ്കിൽ ആദ്യഘട്ടം വിജയിക്കുകയാണ്. എന്താണ്? കട പൂട്ടി. ഞായറാഴ്ച കടവുള്ള ദിവസങ്ങളിലും കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ആ ലാഭം വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റായി. ദൈവത്തെ നമ്മുടെ വിശ്വാസത്തിൽ എടുക്കുന്നതിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റായി. കാര്യം നമ്മൾ കോൺക്രീറ്റായിട്ട് ആ വിഷയത്തിലൊരു സ്റ്റെപ്പ് എടുത്തല്ല, ഡെഫിനിറ്റ് സ്റ്റെപ്പ് എന്ന് പറയും. കോൺക്രീറ്റ് ആൻഡ് ഡെഫിനിറ്റ് സ്റ്റെപ്പ് ദൈവത്തെ വിശ്വസിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിവിങ് ബ്രെഡ് നിങ്ങൾ കാണുന്നില്ലേ, എല്ലാ ദിവസവും ഉണ്ട്. അച്ഛൻ്റെ കൂടെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനുള്ളൊരു അവസരമാണത്. ആ ഡെയിലി ബ്രെഡ് അതാ ദിവസത്തുള്ള വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പം ജെയ്സൺ തന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ രാത്രി കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ ഇൻ്റർവ്യൂ ആണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അനുഗ്രഹ പ്രാർത്ഥന കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല. ഡൽഹിയിലാണ് ഇൻ്റർവ്യൂ, ഷെഫിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുകയാണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല, ആ അനുഗ്രഹത്തിലാണ് ഞാൻ വന്നത്, നീ എന്നെ അനുഗ്രഹിക്കണം
എൻ്റെ ജീവിതം ഈ രീതിയിലാണ് ഇപ്പോൾ പോണതെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ജെയ്സൺ ഓൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ആശീർവാദം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ദൈവത്തോട് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ ഞാൻ ഈ സമയത്ത് അനുഗ്രഹിക്കണമെന്ന് പറയും. ഇതാണ് ദൈവമേഖല എന്ന് പറയണത്. കണ്ട, ദൈവത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറണം. കണ്ടില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജെയ്സൺ മുട്ട എന്നുകൊണ്ട് ഈ ലിവിങ് ബ്രെഡ് കൂടുമ്പോഴാണ് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ആശീർവദിക്കണത്. ഇൻ്റർവ്യൂ പോകുന്ന എല്ലാവരും ആശീർവദിക്കുകയാണ്. അപ്പോൾ ജെയ്സൺ അതിനുശേഷം ഡൽഹി ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇൻ്റർവ്യൂ പോകുമ്പോൾ ജെയ്സൺ പറയണത്, ഞാൻ 1/2 മണിക്കൂർ കസറിയെന്ന്. ആദ്യത്തെ അവർ ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ 12 മിനിറ്റ് ആദ്യത്തെ 12 പേര് ചികിത്സിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ്. അവരാരും എടുത്തില്ല. സംസാരിക്കാൻ പോലും 2-3 പ്രാവശ്യം സംസാരിച്ച് അവരെല്ലാം 5-6 പേര് ഇൻ്റർവ്യൂ ഇരിക്കും. ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ അല്ലേ. ആദ്യത്തെ സെക്ഷനിൽ നോക്കുമ്പോൾ ആൾക്കാർ ചുരുവിരാന്ന് ഇൻ്റർവ്യൂവിന് പോകണതും കാണാൻ, ഇറങ്ങി വരുന്നതും കാണാൻ. എല്ലാം റിജക്റ്റഡ് ആണ്. ഭയങ്കര ഷാർപ്പ് ഇൻ്റർവ്യൂ ആണ്. ഞാൻ ചെന്നതിന് ശേഷം എന്നോട് അവരൊന്നും പറഞ്ഞില്ല. എന്നോട് സംസാരിക്കാൻ അനുഭവിച്ചു. ഞാൻ 1/2 മണിക്കൂർ സംസാരിച്ചെന്ന്. ചോദിക്കുന്ന എല്ലാത്തിനും മറുപടി പറഞ്ഞു. എന്നിട്ട് എല്ലാത്തിനും മറു പറയുകയും ചെയ്തും എല്ലാം കഴിഞ്ഞ് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന്. അപ്പോൾ ദൈവമേഖല ഒരു മനുഷ്യൻ്റെ ജീവിതം തീർന്നിട്ട് തിരിച്ചു വന്ന കണ്ടില്ലേ? തീർന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പം തീർന്നെന്ന് വിചാരിക്കുമ്പോൾ തീർന്നെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള തിരിച്ചു വരവാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. പറഞ്ഞത് തീർന്നെന്ന് വിചാരിക്കുമ്പോൾ, തീർന്നെന്ന് കരുതുമ്പോൾ അത് തീർന്നതല്ല, ദൈവത്തിലേക്കുള്ള തിരിച്ചു വരവാണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പൊ ജെയ്സന്റെ കാലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജെയ്സന്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ തിരക്കി പിടിച്ച് നടന്ന് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യാൻ. അപ്പം തിരക്കി പിടിച്ച് നടന്ന് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കും, നിനക്കെന്ത് സംഭവിച്ചെന്ന് ചോദിക്കണത്. കാര്യം നല്ല ടൂറിസ്റ്റ് സ്പോട്ടിൽ കടയും അടച്ചിട്ടിട്ട് ഇവൻ കർത്താവിൻ്റെ ജോലി ചെയ്തുകൊണ്ട് നടക്കുകയും ഈ ഞായറാഴ്ച മുഴുവനും അല്ലാത്ത ദിവസം കിട്ടുന്ന സമയത്തെല്ലാം ആ കുടുംബത്തിലുള്ള 10-20 പേരെ കൊണ്ടൊന്ന് ഉടമ്പടി എടുപ്പിച്ചു. ജെയ്സൺ പറയണത്, അവിടെ മുമ്പിലേ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല സാക്ഷ്യം, ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്ന്. അതായത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടല്ല അവർ ഉടമ്പടി എടുത്തത്. എന്താണ്? എനിക്കുണ്ടായ മാറ്റം കണ്ടിട്ടാണെന്ന്. ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്ന്. അതാണ്, അതായത് ഉടമ്പടി ഒരു വ്യക്തിക്കുണ്ടാക്കുന്ന മാറ്റങ്ങളെ. അവനിപ്പോൾ അശുദ്ധ സംഭാഷണങ്ങളില്ല, എല്ലാവരോടും സ്നേഹമായി പെരുമാറും, സഹായിക്കേണ്ടവരെ തിരക്കി പിടിച്ച് നടന്ന് സഹായിക്കും, സുവിശേഷ വേല ചെയ്യുന്നതിന് കൊതിയോടും ആർത്തിയോടും കൂടി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് ജെയ്സൻ്റെ മനസ്സിൽ മാതാവ് ഒരു കാര്യം കാണിച്ചു. കാര്യം പരിചയമുള്ള 2 ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് താമസിക്കുകയാണ്. കാര്യം അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. പക്ഷേ ഇപ്പം കണ്ട തമ്മിൽ കുത്തിക്കൊല്ലും. ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഓർത്തന്നെ പ്രണയമൊക്കെ പറഞ്ഞ് ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ആൾക്കാർ ഓർക്കുക, അതിപ്പോഴത്തെ ഒരു ആവേശമാണ്. ആവേശം കെട്ടടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലായി, അവരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര കുന്തോ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൊല്ലാൻ നടക്കുകയാണ്. പണ്ട് അവരെ കെട്ടിക്കാത്തവരെ കൊല്ലാൻ നടന്ന പാർട്ടിയാണ് ഇപ്പം തന്നെത്താൻ തമ്മിൽ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോൾ ജെയ്സനോട് മാതാവ് പറഞ്ഞ് അവരെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. കാര്യം ഭർത്താവ് ഇടയ്ക്ക് നിന്ന് ഭാര്യ 35 വയസ്സ് അവർക്കുള്ളത് പേടിച്ച മറ്റേ മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. അപ്പോൾ അത്രയും വിഷമത്തിലാണ് അവർ താമസിക്കുന്നത്, സങ്കടപ്പെട്ട് താമസിക്കുകയാണ്. അപ്പം പല ആൾക്കാരും, പോലീസും പാർട്ടിയും പള്ളിയും ഒക്കെ ഇടപെട്ടിട്ട് ഈ വിഷയത്തിൽ തീരുമാനമില്ല. ഇപ്പം ജെയ്സൻ്റെ ഈ ഉപവിപ്രവർത്തനം, സുവിശേഷ പ്രവർത്തനം എന്നൊക്കെ പറയണതേ, ദൈവം എപ്പോഴും നോക്കണത് പ്രൊഫഷണലി തയ്യാർ ഓക്കെയാണോ, അവർക്കത് ചെയ്യാൻ ബാധ്യത ഉണ്ടായിട്ട് അവർ ചെയ്യണതല്ല കാര്യം. മറിച്ച് അവർക്കതൊരു വിളി ഉണ്ടാകണം. വിളിയും ബാധ്യതയും രണ്ടും 2 കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ കടലോരത്തൊരു അനക്കം ഉണ്ടായി ഓടിച്ചെല്ലും. എന്താ കാര്യം? അതിൻ്റെ വിളിയാണ്. ഞാൻ തുടങ്ങിയത് അവിടുന്നാണ്. കടലിൽ നിന്നാണ് തുടങ്ങിയത്. അതിൻ്റെ വിളിയാണ്. ആര് കടലും തിരക്കില്ല, ഞാൻ പോയി തിരക്കും. കാര്യം ഞാനൊരു ഓഫീസിൽ ഇരിക്കുന്നത് കൊണ്ടല്ല ഞാൻ തിരക്കണത്.
ചിലർക്ക് ഓഫീസ് കൊടുത്താൽ മാത്രമേ അവരതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ വില്ലേജ് ഓഫീസർ വരും, തഹസിൽദാർ വരും, ബിക്കോസ് അവർക്ക് അതിൻ്റെ ഓഫീസുണ്ട്, അതുകൊണ്ട് വരുന്നതാണ്. ആ ഓരോ ഓഫീസ് ഇല്ലെങ്കിൽ ഞാൻ പോകും. എന്താ കാര്യം? അത് വിളി വേറെ, ബാധ്യത വേറെ. ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് തരുന്ന ഒരു ഒഫീഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാകും. വിളി വേറെയാണ്. ഉപവി എന്നൊക്കെ പറയുന്നത് ഒരു വിളിയാണ്. ഇപ്പം ജെയ്സനെ സംബന്ധിച്ചിടത്തോളം വിളിയാണിത്. കാര്യം ഒരു വ്യക്തി, ക്രിസ്തു വിവാഹിയായ വ്യക്തി പ്രത്യേകിച്ച്, അവർ പിരിഞ്ഞ് താമസിക്കുക പാപത്തിൻ്റെ മേഖലയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ തമ്മിൽ കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരെ എങ്ങനെ യോജിപ്പിക്കാൻ? എല്ലാവരും പരാജയപ്പെടുകയാണ്. കാരണം ആ മിഷണറി അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ജെയ്സ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കിട്ടിയ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുള്ളിക്കാരൻ വചനം തുറന്നിട്ട്, മാതാവേ ഞാനിതിന് പോകണോ വേണ്ടയോ എന്ന് ചോദിക്കും. എന്നിട്ട് കണ്ണടച്ചിട്ട് ബൈബിൾ കുത്തിവെക്കും. കുത്തി നോക്കുമ്പോൾ ബൈബിൾ നോക്കുമ്പോൾ മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ പോണത് കാണും. അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്താണ്? ദൈവം സമീപസ്ഥനാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഏത് പറഞ്ഞേ? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. വാക്ക് കണ്ട സെസ് ചെയ്തിരിക്കുകയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല, പിന്നെ ആർക്കാണ്? ഹൃദയ പരമാർത്ഥതയോടെ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഉടനെ പോയിട്ട് അപ്പം തന്നെ എന്നാൽ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ കുത്തിയേക്കാന്ന് ചെയ്തിട്ട് കണ്ണ് ബാബാ അടിച്ചിട്ട് കുത്തും, ബൈബിളും കീറിപ്പോവും. അതെന്താ കാര്യം? ഹൃദയ പരമാർത്ഥതയുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ, ഒക്കുവോ നോക്കാൻ വേണ്ടി. അതല്ല ഹൃദയ പരമാർത്ഥത. ഇത് പരമാർത്ഥതയുണ്ട് ഇതിൻ്റെ അകത്ത്. എന്താ പരമാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചെയ്യണം? ഇയാളെ കൊല്ലാൻ നിൽക്കുകയാണ്, വൈഫിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുകയാണ്. അയാളടുത്ത് വൈഫിനെ കൊണ്ടുവന്ന കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വം പറയണ്ടേ? അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിട്ട് ബൈബിള് കൈവെക്കുമ്പോൾ കാണുന്നത് മറിയം എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പോണതാണ്. അപ്പോൾ മനസ്സിലായി, നേരെ ഈ മനുഷ്യൻ ഈ ഭർത്താവിൻ്റെ അടുത്ത്, കൊല്ലാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലും, ചെന്നിട്ട് നേരെ സംസാരിക്കും. കർത്താവിനാൽ അയക്കപ്പെട്ടവനായിട്ട് സംസാരിക്കും. കർത്താവിനാൽ അയക്കപ്പെട്ടവൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ഫ്ലാറ്റാകും. പിശാചിൻ്റെ പരിപാടി അതാണല്ല. കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ പതുങ്ങത്തില്ലേ? ചൈതന്യം കാണുമ്പോൾ പതുങ്ങില്ല. അപ്പോൾ ഉടനെ അയാൾ പതുങ്ങി. അയാൾ പറഞ്ഞു, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു അകന്ന് പോയെന്ന് പറയും. അപ്പോൾ ജേസൻ പറയും, ഒരു ശരി, നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഇത്തരം കൊല്ലാനിരിക്കണ ഭർത്താവിനെ വൈഫിൻ്റെ വീട്ടിൽ നേരത്തെ കൊണ്ടുവരിക. വൈഫിൻ്റെ വീട്ടിലല്ല, മരുമകൻ്റെ വീട്ടിൽ കൊടുക്കുകയാണ്. അപ്പം മരുമകനും മകളും കൂടി പറയും, എൻ്റെ അമ്മേനെ തന്നിവിടത്തില്ലേ, അവർ കൊല്ലുമെന്ന് പറയും. അപ്പം ജെയ്സൺ പറയും, മാതാവ് പിടിച്ചിട്ടാണ് വരുന്നത്, കൊല്ലട തിന്നട ജീവിക്കുക, അപ്പം അമ്മ ജീവിപ്പിക്കുമെന്ന് പറയും. അപ്പം ആ വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് പറയണത്. അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നല്ല പറയണത്, കട്ടാൻ്റെ ആയിട്ടാണ് പറയണത്. മാതാവാണ് ഇത് വിളിച്ചിരിക്കണത്, അതുകൊണ്ട് കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയും. ഉടനെ അവർ ഇറങ്ങി വരും. അവരിറങ്ങി വന്നിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കും. ഇപ്പം കുറേ നാളായി അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്ന സുവിശേഷ വേല. ഇതാണ് ഇപ്പം മനസ്സിലായി. അതായത് ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ് സാക്ഷ്യത്തിൻ്റെ കാലാവസ്ഥകളുടെ പൊക്ക് കണ്ടില്ലേ? അത് തന്നെ ഒരു ധ്യാനമാണ്. അത് ഉടമ്പടി സാക്ഷ്യമെന്ന് ഞാൻ പറയത്തില്ല, ഈശ്വരൻ നടത്തിയ ഒരു ഉടമ്പടി ധ്യാനമാണ്. കാര്യം ഓരോ സെക്ഷനിലും വളരെ ധ്യാനിപ്പിക്കണം നമുക്ക് തോന്നത്തില്ല, പക്ഷെ ധ്യാനം കൂടി ഇഫക്റ്റ് നമുക്കുണ്ടാകും. നിങ്ങളിന്ന് ഇന്നപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടേക്കണത് ധ്യാനിപ്പിക്കണം നമുക്ക് തോന്നത്തില്ല, പക്ഷെ നമുക്കൊരു ധ്യാനം കൂടിയ കത്താർസിസ് ഉണ്ടാകും, ഒരു സ്പിരിച്വൽ കത്താർസിസ്. കാര്യം ഇതൊക്കെ ഇങ്ങനെയാണെന്നും ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും, അതായത് ഉടമ്പടിയുടെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. കാര്യം അത്രയ്ക്ക് സുന്ദരമായ രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് വിസ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ കാര്യം സക്സസ്സായി. കുറേ നാളായിട്ട് പെൻഡിങ്ങിൽ കിടന്ന് വൈഫിൻ്റെ ജോലി സെറ്റായി. കണ്ടു നോക്കിയേ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറയണമെന്ന് അറിയാവോ? വൈഫിൻ്റെ കാര്യം ആദ്യം സെറ്റാകാതിരുന്നതിൻ്റെ കാരണം ആ ഉടമ്പടിക്ക് ആശ്രയം കളഞ്ഞു പോയതെല്ലാം എന്താണ്? എന്നെക്കൂടി വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിച്ച കൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങൾ നടക്കാതെ പോയെന്ന്. എന്തൊരു ജ്ഞാനമാണ്! ശ്രദ്ധിക്കട്ടെ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നൽകിയതിന് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞതിന്റെ കാരണം. ഉടമ്പടിയിൽ എപ്പോഴും നമ്മുടെ റിസ്ക് എന്ന് പറയണത് നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വെയിലത്തോ മഴയത്തോ എപ്പോഴാണ് ഈ പത്രമൊക്കെ കൊണ്ട് കൊടുക്കണം. പേരപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയെ ചില ആൾക്കാർ, അവിടെയും കൊടുത്ത് അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് എത്ര പെട്ടെന്ന് ആ 18 നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. സൈക്കിൾ വന്ന് ബെല്ലടിച്ചു, ഞാൻ പറഞ്ഞു മാറി നിൽക്കുക, എൻ്റെ പേര് കുറ്റമില്ല 1 2 3 അങ്ങനെ പത്രം കൊടുക്കണവരുണ്ട്. അങ്ങനെ പത്രം കൊടുക്കുക, എൻ്റെ പേര് കുറ്റമില്ല, ഞാൻ 18 പേർക്ക് കൊടുത്ത്. ഇത് അങ്ങനെയല്ല. ചില ആൾക്കാർ നിന്ന് അവരുടെ അനുഭവങ്ങൾ പറയും. ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്താണ്? പത്രം കൊടുപ്പ് തന്നെയാണ് ഉടമ്പടിയിൽ. എന്താ കാര്യം? മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇതിൻ്റെ അകത്ത് വലിയ സംഭവം. നിങ്ങളുടെ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് 3 മാർക്കാണ്, സുവിശേഷ വേലയ്ക്ക് 20 മാർക്കാണ് ഉള്ളത്. അതാണ് വ്യത്യാസം വന്നിരിക്കണേ. ഇവിടെ ഞാൻ പത്രം കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ അമ്മ എന്നോട് പറഞ്ഞ് പത്ര പ്രേക്ഷിതത്വം തുടങ്ങണം. എന്ത് 2013 പറഞ്ഞാണ്. ഞാൻ വേളാങ്കണ്ണി നിൽക്കുമ്പോൾ വിജയകുമാറിനോട് ഞാൻ പറഞ്ഞു, അമ്മ പത്രപ്രേക്ഷിതത്തെക്കുറിച്ച് ഹോസ്പിറ്റൽ മിഷനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് കയറി പോകുമ്പോൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് വരുമ്പോൾ വിജയകുമാർ ചോദിച്ചു, നമ്മൾ ഹോസ്പിറ്റൽ മിഷൻ നടത്തുമെന്ന് പറയുമ്പോൾ നമ്മളൊരു മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിഷൻ ഹോസ്പിറ്റലൊന്നും നമ്മുടെ പരിപാടിയല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ സുവിശേഷ വേല ചെയ്യും. അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് പത്രം കൊടുത്തു വിടും ഫ്രീ ആയിട്ട്. അപ്പോൾ ഉടനെ വിജയകുമാർ സാറ് 10,000 രൂപയുടെ 10,000 പത്രം അടിക്കാനുള്ള പൈസ തന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് തങ്കച്ചേനൊക്കെ വിളിച്ചു കൂട്ടി, സണ്ണി എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ജോമളെല്ലാം കൂടി ഇട്ട് തുടങ്ങി പരിപാടി. പത്രം കൊടുക്കാനുള്ളവർ, പ്രാർത്ഥിച്ചു കൊടുക്കാനുള്ളവർ വരാൻ പറഞ്ഞു. വരാമെന്നത് പകുതി മാത്രമേ കത്തോലിക്സ് വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പകുതിയോളം വന്നവരെല്ലാം നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ണ് കാണാൻ മേലാത്ത അപ്പാപ്പന്മാരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പത്രം വായിച്ചു കൊടുത്തവർ. കാര്യം എന്താണ്? വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് വേണം നമ്മൾ ഈ സംഭവം ചെയ്യാൻ. കർത്താവ് ചോദിക്കണത് എന്താണ്? നിങ്ങളെ ചോദിക്കുന്നിടത്തോളം തന്നെ കൊടുത്തിടത്തോളം തന്നെ തിരിച്ചു കിട്ടുമെങ്കിൽ പാപികൾക്ക് കടം കൊടുക്കത്തില്ലേ? നിങ്ങൾ വിശേഷ വിദ്യ എന്താണ് ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും എക്സ്ട്രാ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് വേണം ഉടമ്പടി ചെയ്യാൻ. എക്സ്ട്രാ എന്താണ് ചെയ്യണത്? ഇവിടുന്ന് പറയണ കാര്യങ്ങളല്ല. നിങ്ങൾ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയിൽ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. അതാണ് നിങ്ങൾ രക്ഷപ്പെടുത്തത്തുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡാപ്പാണ് തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇവിടുന്ന് പറഞ്ഞത് കൂടാതെ എന്റേതായിട്ടുള്ള സ്വന്തമായി ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കണ്ട് മനസ്സിലാക്കി നടപ്പിൽ വരുത്തുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ. ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഉടമ്പടി ഒരു ദൈവരാജ്യത്തിലെ വിരുന്ന് പോലെയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കഥയിലെ കഥ, നിങ്ങൾ വഴിക്കവലകളിലും നാൽക്കവലകളിലും ചെന്നിട്ട് കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ വിരുന്നിന് വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൊള്ളരുതാത്ത, ഇപ്പം ജെയ്സൺ തന്നെ ആദ്യത്തെ കാല ജീവിതങ്ങൾ മോശം ജീവിതമല്ല. മോശം ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പള്ളിയുണ്ട് അങ്ങക്ക് ചുറ്റും. ഒറ്റപ്പള്ളിയിലും പോയി കുർബാന കാണത്തില്ല, മുഴുവൻ കാണത്തില്ല. അതല്ലേ മോശം ജീവിതം എന്ന് പറയണത്. അപ്പോൾ കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 22:9-10
അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുശാല നിറഞ്ഞിരിക്കണം കണ്ടില്ലേ? അതിഥികളെ കൊണ്ട് കൊള്ളരുന്നവരും കൊള്ളരുതാത്തവരും എല്ലാം ഉണ്ട് വിരുന്നുശാല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇനി വിളിച്ചു ചേർത്ത് യജമാനം വരും. അപ്പോഴാണ് പ്രോബ്ലം. വായിച്ച് അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത കിടക്കുന്ന ചട്ടിങ്കലോ എന്താ കാര്യം? വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, പല്ല് തേക്കാത്തവനെ, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു, മിണ്ടിയില്ല. അപ്പൊ അതിന്റെ കാര്യം 5-10 കേസുണ്ട്. 5-10 കേസുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ നിന്ന് തൽക്കാലം കേസിലും ജാമ്യത്തിനായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത്. പക്ഷെ മനസ്സിരിപ്പ് എന്താണ്? ജാമ്യം കിട്ടിയാലും അവരുടെ ആയിട്ട് പണി കൊടുക്കുമെന്ന്. അതല്ലേ? അതാണ് പ്രശ്നം. കൊള്ളരാവുന്നവരെയും കൊള്ളരുതാത്തവരെയും വിളിച്ചിരിക്കുകയാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ തെറ്റിൽ നിലനിൽക്കാൻ തീരുമാനിച്ചെങ്കിലേ അടുത്ത ഭാഗം വായിച്ചേ. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു. ആരോട്? എന്താ? സ്നേഹിത, വിവാഹ വസ്ത്രം എവിടെയെന്ന്. എന്താ കാര്യം? കൃപയാണ് വിവാഹ വസ്ത്രം. ആദ്യം കൃപ നഷ്ടപ്പെട്ട കക്ഷികളാണ് ഇല കൊണ്ട് തുണി ഉണ്ടാക്കി, അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കി ജീവിച്ചിട്ട് അവസാനം ദൈവം ഗെറ്റ് ഔട്ട് അടിച്ചത്. അടുത്ത ഗെറ്റ് ഔട്ട് അടി തന്നെ കണ്ടില്ലേ? ആദ്യത്തിനും ഗെറ്റ് ഔട്ട് അടിച്ചില്ലേ? എന്താ കാര്യം? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചില്ല. അതുകൊണ്ട് പിന്നെ പുറത്തിറക്കിയപ്പോഴാണ് അവന്മാർക്ക് തുണിയില്ലെന്ന് മനസ്സിലായത്. അങ്ങനെ അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആളെ പാക്ക് ചെയ്ത് ഇപ്പം വീണ്ടും യജമാനം കയറി വരുമ്പോൾ എന്താ പറയുക? വിവാഹ വസ്ത്രമില്ലാത്ത, കൃപയില്ലാത്ത ആൾക്കാരെ കണ്ടെത്തിയെന്ന്. അപ്പോൾ സ്നേഹിത എന്താ വായിച്ചോളൂ. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇത് ഞാൻ പറഞ്ഞതാണോ? അല്ല, കർത്താവിന്റെ നിലപാടാണ്. ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടുപ്പ് കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിലിട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവിടുന്ന് അലക്കി തേച്ച് വന്ന പോലെ നിങ്ങൾ റെഡിമെയ്ഡായിട്ട് പെട്ടെന്നിങ്ങനെ വരണമെന്നല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ 17-30 വായിച്ചത് എന്താണ്? എന്നാൽ ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം ആജ്ഞാപിക്കുന്നു. അപ്പോൾ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി വെളിപ്പെടുത്തുന്ന കാലത്ത് ആദ്യം കിട്ടിയ വചനം ഇതാണ്. എന്താണ്? എനിക്ക് പാപത്തെ ലിസ്റ്റും വിജയകുമാറിനെ, എനിക്ക് അനുഗ്രഹത്തെ ലിസ്റ്റ്, വിജയകുമാറിന് പാപത്തെ ലിസ്റ്റും. ഞാനത് കൂട്ടിവെച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ്. എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ തൈക്കാട്ടുശ്ശേരി ഇരുന്നുകൊണ്ട് 2015 ഇത് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്. നാളെ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിൽ ഇന്നാണെന്ന്. കാര്യം പശ്ചാത്താപത്തിന് സമയബന്ധിതമായിട്ട് ചുരുക്കം ഉണ്ടാകുമെന്ന്. സക്കേവൂസിന്റെ കർത്താവ് പറഞ്ഞത് ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കണം. അപ്പോൾ ഒരു നിമിഷം നേരത്തെ നീ കർത്താവിൽ വിശുദ്ധീകരിച്ചാൽ ഉടമ്പടി അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് ആദ്യകാലം തന്നെ കൃപാസനത്തിൻ്റെ പത്രത്തിൻ്റെ മുഖപേജിൽ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് കണ്ടത്. ഉടനടി പരിഹാരം. ഇപ്പോഴും അത് മാറ്റിയിട്ടൊന്നുമില്ല. കാര്യം നമ്മൾ ആ ഫ്രണ്ട് പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഉടനടി ഉണ്ടായ പരിഹാരങ്ങൾ തന്നെ എഴുതിയിരിക്കണം അവിടെ. ഉടമ്പടി എടുത്തപ്പോൾ ഇന്ന് ഈ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് അത് മാറ്റമില്ല. അതിനെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം അനുതാപവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കരമായി ഇൻ്റർ കണക്റ്റഡ് ആണ്.
ഇപ്പം ജെയ്സനെ സംബന്ധിച്ചിടത്തോളം അനുതാപം കിട്ടിയപ്പോൾ എന്നാ പറ്റി? 12 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. 2012 ഗ്രീസിൽ റെസ്റ്റോറൻറ്റിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. 2012 വരെ ആരും കോൾ ഫോർ ചെയ്തില്ല. ജെയ്സൺ പറഞ്ഞ ഷങ്കൻ വിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ അപേക്ഷിച്ചത്. അതിൽ ഡോക്യുമെൻ്റ് മുഴുവനും തെറ്റായിരുന്നു. അപ്പോൾ അതിനെ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഷങ്കൻ വിസയ്ക്ക്. പക്ഷെ ഞാനെങ്ങനെ പ്രാർത്ഥിക്കും? അത് കാരണം എനിക്ക് അനുതാപം ഉണ്ടായി. കർത്താവേ, ഞാൻ വിസ ചെയ്തിരിക്കുന്നത് തെറ്റായിരുന്നല്ലോ. എനിക്ക് അനുതാപം ഉണ്ടായി. അനുതാപം ഉണ്ടായപ്പോൾ 12 പോയിട്ട് 24 ആയപ്പോൾ ജെയ്സൺ അനുദപിച്ചപ്പോൾ എന്ത് ചെയ്ത് അവർ ആ 12 കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം ആ വിസ കോൾ ഫോർ ചെയ്യുകയാണ്. എന്താ? അതായത് ആ അനുതാപം അനുഗ്രഹം സ്പീഡാകും. നമ്മൾ എന്തുകൊണ്ടാണ് താമസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അനുതാപം തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അനുഗ്രഹം താമസിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അനുതാപം തന്നെയാണ്. നിലപാട്, സംസാരം, ചെയ്തികൾ, ശീലങ്ങൾ, അതുപോലെ എല്ലാം നിലപാടുകളെല്ലാം. പിന്നെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം. കാരണം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, യു ഹാവ് ഡൺ ഇറ്റ് വിത്ത് വാട്ട് ഡിസ്പോസിഷൻ. നിങ്ങൾ എന്ത് മനോഭാവത്തില്. അതുകൊണ്ടാണ് ആ വിധവയുടെ ചിലിക്കാശ് എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 21:2. ലൂക്ക 21:2. ദരിദ്രയായ ഒരു വിധവ, ദരിദ്രയായ വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നത് 2 ചെമ്പുതൊട്ടുകൾ ഇടുന്നത് അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തെ വിശ്വസിക്കുന്നതല്ല വിഷയം, ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചെടുക്കുന്നതിലാണ് വിഷയം. അതാ റിസ്ക്. ഇപ്പം മറ്റെല്ലാവരെയും കാണുമെന്ന് പറഞ്ഞില്ലേ, ചാക്ക് കണക്കിന് ചില്ലിക്കാശ് ഭണ്ഡാരത്തെ തള്ളിയ ആൾക്കാരുണ്ട്. അവരെ ദൈവം വിശ്വസിക്കണില്ല. അതാ ഒരു ഉപജീവനത്തിനുള്ള വക മാത്രം ഉണ്ടായിരുന്ന ആളാണ് ഇട്ടിരിക്കുന്നത്. അതിലാണ് ദൈവം വിശ്വസിക്കണത്. വാട്ട് ഡിസ്പോസിഷൻ, നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണെന്നാ. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ കണ്ടായിരുന്നു. അതായത് കാല് പഴുത്തിരിക്കുകയാണ്. കാല് പഴുത്തിട്ട് ആ പഴുത്ത കാലും വെച്ചുകൊണ്ട് തൊത്തിയും മുടന്തിയും പോയി പത്രം കൊടുത്തുകൊണ്ടിരിക്കണേ. അത് എല്ലാ വീട്ടിലും ഇങ്ങനെ ഈച്ച വാർത്ത് കർത്താവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശേഷവേദിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? അവിടെ സാക്ഷ്യം കേൾക്കണം. എൻ്റെ ദൈവപൈതലേ, കർത്താവ് നിന്റെ ഡിസ്പോസിഷൻ കറക്റ്റാണെങ്കിലേ, നീ ആത്മാർത്ഥമാണ് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അപ്പക്കത്ത് ഉടമ്പടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ സത്യസന്ധയാണ്, ദൈവത്തെ മനസ്സിലാകും. ഉടമ്പടി വിശ്വാസത്തെക്കാൾ ഉപരി വിശ്വസ്തയുടെ പദ്ധതിയാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. രോഗമുള്ളടുത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിലുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്ന കുറേ സാക്ഷ്യങ്ങൾ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും ഇരിക്കുന്ന ദൈവാഭിഷേകത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റിക്കൊണ്ടേയിരിക്കണം, മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാം കാണുന്ന ദൈവം എല്ലാത്തിനും തട്ടിപ്പ് ചെയ്യട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ആരംഭിക്കുകയാണ്. എൻ്റെ മകൾ, ഇത് വളരെ ലളിതമാണ്. എന്താ കാര്യത്തിൽ അമ്മ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ആത്മവിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞാനൊരു അംബികസിലേക്ക് പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇടിക്കുകയല്ല, ഞാൻ മൂക്കിന് നോക്കി ഇടിക്കണേ. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളാണ്. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. ഇപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കേണ്ടത് അമ്മയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം അത് ചെയ്തു തരും.
കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണം ദൈവികമായ പദ്ധതിയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ കൈകളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി മാറ്റി വെച്ചുകൊണ്ട് മക്കളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാൻ പാടില്ലാത്ത സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തുതിപ്പും അറിയാൻ പാടില്ലാത്തവർ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവേ നിന്റെ തിരുമുറിവാർന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അഭിഷേക കരങ്ങള് അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ. അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇടിച്ചിറങ്ങട്ടെ. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ കരുണ, കർത്താവിന്റെ വിശുദ്ധമായ രക്തം, കർത്താവിന്റെ ശക്തി, സ്വർഗീയ ശക്തി, ദൈവിക ശക്തി, സുവിശേഷത്തിന്റെ ശക്തി ഈ നിമിഷം ഇടിച്ചിറങ്ങട്ടെ. ആന്തരിക രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ആത്മഹത്യാ ബോധങ്ങള്, അതുപോലുള്ള എല്ലാവിധ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഉദരരോഗങ്ങള് സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇനിയുള്ളത്. കരൾ രോഗങ്ങള് ആ സമയത്ത് കരളിൻ്റെ അവിടെ കൈവെക്കണം. ഹൃദയ രോഗങ്ങള്, ബ്ലോക്കുള്ളവര്, ചിലപ്പോൾ നിങ്ങളായിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ അപ്പനായിരിക്കും. അപ്പം നിങ്ങൾ അപ്പൻ്റെ പേരിൽ നിങ്ങളുടെ നെഞ്ചത്തെ കൈവെക്കണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് പിന്നീട് അലയേണ്ട കാര്യമുണ്ടാകത്തില്ല. അതുകൊണ്ട് ജെയ്സൺ അവസാനം പറയുന്നൊരു സമയമുണ്ട്, ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന്. ആ ഒരു ബോധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നുണ്ടായ ബോധ്യമാണ്. നിങ്ങൾ ആ വിശ്വാസികളുടെ അനുഭവം പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഓർക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിൽക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും നടുവിന് വേദനയുള്ളവരുണ്ടാകും. ഞാൻ ഒരു ദിവസം ഒരു 10 പേരെങ്കിലും വിക്സിനും അതുപോലെ തന്നെ ഇടുപ്പലിനും വേദനയുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവരിവിടെ വരുന്നവർക്കല്ലേ ആ സൗഖ്യം വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒത്തിരി പേര് അതുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൈ ആ നടുവിന് വെക്കണം. ഉദരരോഗമുള്ളവരുണ്ടാകും, ഗർഭാശയത്തിൽ ചുരുങ്ങിയവരുണ്ടാകും. അവർ ഊടിൻ്റെ താഴെ പൊക്കിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ 2 ട്യൂബുകൾ ഉണ്ടാകത്തില്ല. ഫിലിപ്പിൻ ട്യൂബ് 2 ഇല്ലെന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ശരി, ഒരു കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും. പക്ഷെ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതി നിന്നുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിമിതികളിലാണ്, അപരിമിതമായ ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവിനെ എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്നതാണ്, നിങ്ങൾ നിന്നതല്ല, നിങ്ങൾ നിർത്തിയതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കൊണ്ടാണ്. മുട്ടി കൊഴിയുന്നവർ പോലും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൂക്കിന് കർത്താവ് ദശ വളരുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. തൊണ്ടയ്ക്ക് തൈറോയിഡുള്ളവരും തൈസോയിഡുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം വല്ലാണ്ടിരുന്ന് ചൂടാകുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, പ്രഷർ കൂടുന്നവരുണ്ട്, ഷുഗർ കുറയാത്തവരുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അസ്ഥിവേദനക്കാർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം പൊട്ടി ഒലിക്കുന്നവരും വെള്ളപ്പാണ്ടുള്ളവരും അലർജി ഉള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയം. ഇട്ടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഉന്നതമായ നാമത്തെ സ്വന്തം കർത്താവേ, ആമാശയ രോഗികള്, ക്ഷയരോഗികള്, കർത്താവ് മാരക രോഗികൾ, തീരാവേദികള്, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങള്, ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. അസ്ഥി രോഗികളെ കർത്താവ്, പേശി രോഗികളെ, ശിഷ്ടമുള്ളവരെ കർത്താവ്, മുഴകളുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ. അടിപ്പിട പോലെ വൈതാഘാതം പോലെ ദൈവികമായ ശക്തി കൃപാസന ആൾത്താരെ ജീവിത കർത്താവിന് കൃപാസനത്തിന്റെ ആൾത്താരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരണത്തിന്റെ അടയാളമാകാൻ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ,
സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, പരീക്ഷ പൊട്ടിപ്പോയവര്, പുതിയൊരു പരീക്ഷ എഴുതാൻ പോകുന്നവര്, വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, അതുപോലെ തന്നെ സ്ഥലങ്ങളില്ലാത്തവര്, വീട് ഇല്ലാത്തവര്, വീട് വെച്ചുകൊണ്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ടവർ, വിസ പുതുക്കി കിട്ടാത്തവര്, വിദേശ രാജ്യങ്ങളിലേക്ക് വിസ പുതുക്കി കിട്ടാതിരിക്കുന്നവര്, അതിൻ്റെ പേരിൽ കടങ്ങൾ വന്നിരിക്കുന്നവര്, വിവാഹത്തിൽ ഒത്തുചേരാത്തവര്, വിവാഹത്തിന് ഒരുങ്ങുന്നവര്, മക്കളില്ലാത്തവര്, വിവാഹം പിരിഞ്ഞിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നവര്, എല്ലാവരുടെ മേൽ കർത്താവിന്റെ വലിയ ശക്തി ഒഴുകട്ടെ. ശ്രുതികട്ടെ, 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 കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസനത്തോടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇയാൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പോയിക്കൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ആരാധന പിതാവേ, നന്ദി. സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ. സൗഖ്യം നൽകണമേ. എല്ലാവരും മുന്നേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൂപ്പി അമ്മയുടെ മാധ്യസ്ഥതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി മരിയന്റെ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നതെന്ന് തിരുവചനത്തിലൂടെ നീ വ്യക്തമാക്കി തന്നുവല്ലോ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാണ് എന്ന തിരുവചനത്തിലൂടെ ശോയെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെടുത്തി ദൈവ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന.